നിരീശ്വരവാദികളായ പള്ളിമാമികളെ എനിക്കറിയാം. അപ്പൊ ഇവര് ആ മഹലിൽ തുടർന്ന് നിസ്കരിക്കണം. ആരെ തുടരാ? കാഫിറിനെ. ഖത്തീബാരാ? കാഫിർ. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പള്ളി കമ്മിറ്റിയിൽ കാഫിറുള്ള എനിക്കറിയില്ല. നിങ്ങളെന്തിനാ പേടിച്ചിരിക്കണേ? നിങ്ങൾ ചിരിക്കല്ലേ, ഇത് ചിരിക്കേണ്ട വേളാണോ? ഉസ്താദ് ഇവിടെ പറയുന്ന കാര്യം, പള്ളികളിലെ ഇമാമിങ്ങൾ, നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അവരിൽ പലരും നിരീശ്വരവാദികളാണ്. ഇത് ഇദ്ദേഹത്തിന് അറിയാം. ആദ്യമായി ചോദിക്കാനുള്ളത്, ഇദ്ദേഹത്തിന് അറിയാമെങ്കിൽ ഇദ്ദേഹം അവർക്കെതിരെ നടപടി എടുക്കാതിരുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണോ, അല്ല അഭിപ്രായത്തിനോട് കാസിമിക്ക് എന്തെങ്കിലും നേരിയ ഒരു സ്നേഹം തോന്നിയിട്ടാണോ എന്നൊരു സംശയം. പിന്നെ ആ നാട്ടിലെ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്ന നാട്ടിലെ ആളുകൾ ഇദ്ദേഹം കാഫിറാണെന്ന് അറിയാതെയാണ് നിസ്കരിക്കുന്നത്. ഇമാം എന്ന് വെച്ചാൽ നേതൃത്വം നൽകുന്നയാൾ. അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയാനുള്ള കഴിവ്, കപ്പാസിറ്റി ആ നാട്ടിലെ നിസ്കാരികളായ ആളുകൾക്കില്ലെങ്കിൽ എന്തു പറയാനാണ്? കുറേ കാലമായിട്ട് തങ്ങളുടെ ശമ്പളം പറ്റി തങ്ങൾക്ക് വേണ്ടി ദൈവപ്പണി ചെയ്യുന്ന ഇദ്ദേഹം ഏത് വിഭാഗക്കാരനെന്നറിയാനുള്ള ആസ്തി, ബാധ്യത ഇവർക്കില്ല എന്ന് വരികിൽ നാട്ടാരെ കൂടെ ഉസ്താദ് കൊച്ചാക്കി കളയുന്നു എന്നുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, പള്ളി കമ്മിറ്റികളിൽ പോലും നിരീശ്വരവാദികൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്തെങ്കിലും നടപടി എടുത്തോ? എവിടെയെങ്കിലും അറിയിച്ചോ? പള്ളി പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ കത്തെഴുതിയോ? എഴുതാത്തത് എന്തുകൊണ്ടാണ്? ഉസ്താദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് മുസ്ലിങ്ങൾ. സമൂഹത്തിലുണ്ടാകുന്ന അടപടലം മാറ്റങ്ങൾ തീർച്ചയായിട്ടും മുസ്ലിം വിഭാഗത്തിൽ വരും. അതിൽപ്പെട്ട ഉസ്താദ്, പള്ളിക്കമ്മിറ്റി മെമ്പർ തുടങ്ങിയ എല്ലാ ആളുകളിലും വരും. ഇനി മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാണികളോടാണ്. ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ചിരിക്കരുത്. അവർ ചിരിച്ചു. അതായത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം. നിരീശ്വരവാദം മതം വിട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മതം വിട്ട ആളാണ്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ, പക്ഷെ ഇപ്പം മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല. ഒരു രാജ്യത്ത് ഇപ്പം ചെയ്യുന്നില്ല. രാജ്യങ്ങളൊക്കെ പുരോഗമിച്ചു, അവരൊക്കെ കാര്യം മനസ്സിലാക്കി. ഇങ്ങനെ കൊന്നാൽ കൊന്നു തീരുന്നതല്ല അത്, അല്ലെങ്കിലും ഇങ്ങനെ കൊല്ലുന്നത് മാനവ വിരുദ്ധമാണ് മതം പറഞ്ഞാൽ പോലും എന്നുള്ള ഒരു ബോധ്യം മുസ്ലിങ്ങൾക്ക് വന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കല്ല, ലോകത്താകമാനം തന്നെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലാത്ത വിധമുണ്ട്. അപ്പം നമ്മൾ ഇസ്രായേലിലും ഹമാസും ഒക്കെ പറയുമ്പോൾ, അതുകൊണ്ട് ഇത്തരം ആളുകൾ ഇത്തരം പ്രസംഗം നടത്തുമ്പോൾ അത് കേട്ടിരിക്കുന്ന ആളുകൾ ചിരിക്കുന്നത് പ്രസംഗിക്കുന്ന ആൾക്ക് സഹിക്കാനൊക്കുന്ന ഒരു കാര്യമല്ല. വളരെ ഗൗരവമുള്ള ഇസ്ലാമിൻ്റെ അടിത്തറയെ ഇളക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഗൗരവത്തോട് കൊണ്ട് അതിനെ മുഖഭാവങ്ങളിലൂടെ പ്രതികരിക്കാതെ ചിരിച്ചു തള്ളുന്നത്, എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ അദ്ദേഹത്തോട് കാണിക്കുന്ന അനീതിയാണ്. ചിരിക്കാതെ എന്ത് പറയാൻ?